ആഴ്സണലോ അല്ലെങ്കിൽ ചെൽസിയോ ആയിരിക്കും ഇപ്രാവശ്യത്തെ പ്രീമിയർ ലീഗ് അടിക്കാന്ന് പറഞ്ഞ് വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ചെൽസിയുടെ ആദ്യത്തെ സമനില കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തേ വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ ബ്രോ എന്ന് ചോദിച്ച് കമൻറ്റ് ചെയ്തവർക്കുള്ള ഒരു സംഭവം കൂടെയാണ്. എന്തായാലും മുൻകൂട്ടി ഈ വരാൻ പോകുന്ന 23-ാം തീയതിത്തെ വെസ്റ്റ് ഹാം യുണൈറ്റഡും ചെൽസിയും തമ്മിലുള്ള മാച്ചിലുള്ള പ്രഡിക്ഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇറ്റ്സ് എ പ്രഡിക്ഷൻ ആൻഡ് മൈ പെർസ്പെക്റ്റീവ് മിനിമം 3 ഗോളിനെങ്കിലും ചെൽസി ജയിച്ചിരിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു 80 പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബ്. വെൽക്കം. യെസ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ചെൽസി ജയിക്കുമെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ആദ്യത്തെ മാച്ചിനെ കുറിച്ചുള്ളൊരു സംഭവം പറഞ്ഞിട്ട് പോകാം. ക്രിസ്റ്റൽ പാലസ് എന്ന് പറയുന്ന ടീം എനിക്ക് തോന്നുന്നില്ല ഒട്ടും മോശമായിട്ടുള്ളൊരു ടീമാണ്. അതുകൊണ്ടാണ് ആദ്യ മാച്ചിൽ സമനിലയൊക്കെ അടിക്കാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ആയി പോയത് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാര്യം ടു ബി ഓണസ്റ്റ്, ലിവർപൂൾ പോലത്തെ ഒരു ടീമിനെ അവർ അടിച്ച് തൂഫാനാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചുമ്മാ ഇതിലൊക്കെ പറയാം, സംഭവം കമ്മ്യൂണിറ്റി ഷീൽഡ് അല്ലേ, അതൊന്നും വലിയ കാര്യമായിട്ട് ആരും എടുത്തിട്ടില്ല, ലിവർപൂൾ എടുത്തിട്ടില്ല എന്നൊക്കെ വേണമെങ്കിൽ ഒരു ഫാൻ ബേസിൽ നമുക്ക് ചുമ്മാ പറയാമെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഒരു ക്ലബ്ബും ഒരു ടൂർണമെൻറ്റിനെയും ഒരു മാച്ചിനെയും വളരെ ലൈറ്റാക്കി എടുത്താക്കി എന്നുള്ളത്. ക്രിസ്റ്റൽ പാലസ് എന്ന് പറയുന്ന ടീം ഇപ്പോൾ സ്ട്രോങ് തന്നെയാണ്. ഇപ്പോഴെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പോഴത്തെ അവരുടെ റണ്ണ് ദേ ആർ ലിറ്ററലി സ്ട്രോങ്. അത് തന്നെയാണ് ലിവർപൂളിനെതിരെ അവർക്ക് ജയിക്കാൻ പറ്റിയത്, ചെൽസിക്കെതിരെയുള്ള ആദ്യത്തെ മാച്ചിൽ അവർക്ക് സമനില പിടിക്കാൻ പറ്റിയത്. പക്ഷേ ഇതൊന്നും ഈ വരാൻ പോകുന്ന 23-ാം തീയതിത്തെ മാച്ചിൽ ചെൽസിക്ക് ഒരു പ്രശ്നമായിരിക്കില്ല എന്നുള്ളതാണ് കാര്യം. വെസ്റ്റ് ഹാം യുണൈറ്റഡിനെതിരെ അവർക്ക് മിനിമം 3-0 ലീഡെങ്കിലും ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. 3-0 ചിലപ്പോൾ ചെൽസി ഗോൾ വഴങ്ങോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. പക്ഷെ എന്തായാലും 3 ഗോളിൻ്റെ ലീഡെങ്കിലും അല്ലെങ്കിൽ 3 ഗോളെങ്കിലും ചെൽസി സ്കോർ ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവരുടെ അറ്റാക്കിംഗ് ലൈൻ ഉണ്ടല്ലോ, ഒരു ഫ്രണ്ട് ലൈൻ എന്ന് പറയുന്ന സംഭവം ഇസ് ലൈക്ക് സൂപ്പർബ്. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഒരു കൺഫ്യൂഷനും ഇല്ല. 3-ലൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാഗ്യമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തോ ഇത്രയൊക്കെ കൊടുക്കാനുള്ളത്. കാര്യം ആദ്യത്തെ മാച്ച്, വെസ്റ്റ് ഹാം യുണൈറ്റഡിൻ്റെ ആദ്യത്തെ മാച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഡിഫെൻസീവ്ലി അവർ കുറച്ച് വീക്കായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് വീക്ക്, ഞാൻ അങ്ങനത്തെ വീക്ക് എന്നല്ല ഉദ്ദേശിച്ചത്. കാര്യം ചെൽസി പോലത്തെ ഒരു അറ്റാക്കിംഗ് ടീമിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിച്ച് തൂഫാനാക്കാനുള്ള ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. ഇത് പ്രഡിക്ഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു എന്തുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തില്ല എന്ന് ചോദിച്ചത് കൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡിക്ഷൻ വീഡിയോ ആയിട്ട് വരാം. ഇത് കഴിയുമ്പോൾ ഞാൻ ഏറെ കയറോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പ്രീമിയർ ലീഗാണ്, എന്ത് സംഭവിക്കാം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആര് ജയിക്കും എന്താണെന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു പല റിപ്പോർട്ട്സും കാര്യങ്ങളും എല്ലാം ഈ പറയുന്ന പോലെ തന്നെ ചെൽസിക്ക് ഫേവർ ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കാരണം അവരുടെ ഈ ഫ്രണ്ട് ലൈനിൻ്റെ മാത്രമല്ല, മൊത്തത്തിലൊരു ടീം ഭയങ്കര ഒരു ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് എസ്പെഷ്യലി വെസ്റ്റ് ഹാം യുണൈറ്റഡിൻ്റെ കഴിഞ്ഞ മാച്ചിൽ അവർ ഗോളുകൾ വഴങ്ങിയിരിക്കുന്നതെല്ലാം വെച്ച് നോക്കുമ്പോൾ മിനിമം ഒരു 2.5 അല്ലെങ്കിൽ ഒരു 3 ഗോൾസ് എങ്കിലും ചെൽസി സ്കോർ ചെയ്യും എന്നുള്ളതാണ് പലരുടെയും പ്രഡിക്ഷൻ. പക്ഷെ ഞാനതുകൊണ്ടല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 3 ഗോളെങ്കിലും മിനിമം ചെൽസിയുടെ ഫ്രണ്ട് ലൈൻ അടിക്കണം. അങ്ങനെയുള്ള ടീമിനെ അവർ ഫ്രണ്ട് ലൈനിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് തന്നെയാണ് എൻ്റെയും പ്രൊഡിക്ഷൻ. നിങ്ങൾക്ക് എന്താണ് ഈ വരാൻ പോകുന്ന 23-ാം തീയതിത്തെ മാച്ചിനെ കുറിച്ച് തോന്നുന്നു എന്നുള്ളതും കൂടെ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബാക്കിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ശരി.